സാധാരണക്കാർ ഇതിലൊന്നും റോളില്ല. അതെ, സാധാരണക്കാരെ സംബന്ധിച്ച് ഇതൊക്കെ ഇവിടെ നോക്കി അതിൽ ഏതാ ശരിയാ തെറ്റ് നോക്കിയിട്ട് ഓനെടുക്കാൻ ഓനെ ഏൽപ്പിച്ചിട്ടില്ല. ഓനാ പണി ഏൽപ്പിച്ചിട്ടേ ഇല്ല. ഇമാം ഷാഫിഈ പറഞ്ഞ പോലെ അർഹത ഇല്ലാത്തുള്ള ഗവേഷണം ചെയ്തു ശരിയിലേക്കെത്തി, എന്നാലും ഓനെ കുറ്റമുണ്ട് എന്നാണ്. അർഹത ഇല്ലാത്ത ഗവേഷണം ചെയ്തു ശരിക്കെത്തി, എന്നാലും കുറ്റം കിട്ടും. കാരണം ഓനാ പണിക്ക് ഏൽപ്പിച്ചിട്ടില്ല. ഇതുപോലെ നമ്മളെ വലിയ ചെറിയ കുട്ടി വണ്ടിയാണ് സ്റ്റാർട്ടാക്കി, വണ്ടി കുറച്ച് മുന്നേക്കാണ് പോയി, പക്ഷെ ഒന്നും സംഭവിച്ചൊന്നുമില്ല. അപ്പോഴേക്ക് എങ്ങനെ ഓഫായി വണ്ടി നിന്നു. നമ്മൾ നേരെ പോയിട്ട് വന്നാൽ കൊടുക്കും, എന്താ വണ്ടി കുത്തിയിടുന്നില്ലല്ലോ, കുത്തിയിട്ടില്ല ശരി തന്നെയാണ്, പക്ഷേ എന്തോ കട്ടക്കാലത്തിൽ കുത്താതെ രക്ഷപ്പെട്ട ഈ മേലാൽ ഈ പണി ചെയ്യാൻ അതിനാണ് അടി. അത് വണ്ടി കുത്തിനല്ല അടി, വണ്ടി കുത്തിക്കൂടി ചെയ്താലോ അടി ഒന്നും വെക്കൂല. ഇപ്പോൾ ഓൻ അടി കുത്താത്തിനല്ല, പിന്നെ ഓൻ എടുക്കാൻ പറ്റാത്ത പണി ഓൻ എടുത്തു. എന്നപോലെ ഇജ്തിഹാദിന് അർഹത ഇല്ലാത്ത ഒരാൾ ഇജ്തിഹാദ് ചെയ്താൽ ഇൻ കേസ് ശരിയാണ് കിട്ടിയത് എങ്കിൽ പോലും അവൻ കുറ്റക്കാരനാണ്. അർഹതയുള്ളവൻ ഗവേഷണം ചെയ്ത് തെറ്റ് പറ്റിയാൽ പോലും ഒരു കൂലിയുമാണ്. അർഹത ഉള്ളവർ ഗവേഷണം ചെയ്തു, പക്ഷെ റിസൾട്ട് തെറ്റായിപ്പോയി, ഗവേഷണം ചെയ്തതിന് കൂലി കിട്ടും. റിസൾട്ട് ശരിയാണെങ്കിൽ 2 കൂലി, ഗവേഷണം ചെയ്തതിന് കൂലി, ഈ ശരി ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തതിന് കൂലി. അർഹത ഇല്ലാത്തവൻ ചെയ്തിട്ട് ശരിയിലേക്ക് എത്തിയാലും ഒരു കൂലിയല്ല, കുറ്റമാണ്. കാരണം ഓന ആ പണിക്ക് അർഹനല്ല. വ്യാജ ഡോക്ടർമാർ ഇപ്പോൾ വ്യാജ ഡോക്ടർ മരുന്ന് എഴുതി മരുന്ന് കുടിച്ച അസുഖം മാറി ജയിക്കാം, എന്നാലും അയാളെ പോലീസ് പിടിച്ചൂലേ? പോലീസുകാരെ പിടിക്കും. ഞാൻ എന്താണ് അത് എഴുതാൻ അതെ, അപ്പം മറ്റോ ഞാൻ ഇപ്പോൾ എഴുതിയിട്ടൊക്കെ മാറിയല്ലോ, അത് നോക്കണ്ട, എന്നോട് എഴുതാൻ പറഞ്ഞു ചോദിക്കാം, സർട്ടിഫിക്കറ്റ് ഉണ്ടോ ചോദിക്കും. അതെ, അമൽ ചെയ്യും. അവിടെയാണ് ഇപ്പോൾ ഒരു വശത്ത് പറയണത് മദ്ഹബ് വേണം, കാരണം നമുക്കിതൊന്നും കഴിയൂലല്ലോ. അവിടെ ഇതൊക്കെ വെച്ചിട്ട് പോലൊക്കെ ഒക്കെ പറഞ്ഞു പോയി. അപ്പം നമ്മൾ ഷാഫി മദ്ഹബ് കൂടാ. ഇപ്പോൾ ഷാഫി മദ്ഹബ് എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ നോക്കണ്ട. നമുക്കിപ്പോൾ ഇതിങ്ങനെ ഈ ഇതൊക്കെ ഇവിടെ നോക്കാൻ കഴിയും, ജമ്മും തർജീഹും ഇതൊക്കെ ഇപ്പോൾ ആർക്കപ്പം നമുക്കറിയോ. അതുകൊണ്ട് ഷാഫി മദ്ഹബിൽ എന്താ ഉള്ളത് നമ്മൾ നോക്കിയാൽ മതി. ആയ്മ തെറ്റുണ്ടോ അത് ഒരു പഠിച്ചതിനേക്കൂടെ നമ്മൾ നോക്കണ്ടാന്ന്. അതാണ് ഒരു വശം. അത് ശരിയാണോ? ശരിയല്ല, അത് പറ്റില്ല. കാരണം നമ്മളോട് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ അനുകരിക്കാനല്ല പറഞ്ഞത്. അങ്ങനെ അനുകരിക്കാൻ വകുപ്പുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നബിനെ അനുകരിക്കുകയാണ്. ഇമാം ഷാഫിനേക്കാളും വലുതാണല്ലോ. അതേസമയം അവിടെ സാധാരണക്കാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി വരുമ്പോൾ സാധാരണക്കാരുടെ ബാധ്യത കൂടും. ഒരുപാട് വ്യാജനം ഉണ്ടെങ്കിൽ ഏതേ ഒന്ന് വാങ്ങുന്നത് ചെയ്യാം. അപ്പോൾ ഒറിജിനൽ മനസ്സിലാക്കാൻ കുറച്ചുകൂടി പണിയെടുക്കേണ്ടി വരും. പണ്ട് വ്യാജാനം ചെയ്ത് വേറെ പോയിക്കാണ്ട് ഒറിജിനൽ എടുത്ത് പോന്നാൽ മതി, എന്നാൽ അതേ ഉള്ളൂ. ഇന്ന് അതിനെ വെല്ലുന്ന കുറേ വ്യാജനം ഇറങ്ങി. അപ്പോൾ കുറച്ചുകൂടി അന്വേഷണം ഊർജിതമാക്കേണ്ടി വരും, അപ്പോഴേ ഒറിജിനൽ കിട്ടുള്ളൂ. അപ്പോൾ സാധാക്കാൻ ചെയ്യേണ്ടത് ഇതൊക്കെ ദലീൽ അടിസ്ഥാനത്തിൽ തന്നെ ചോദ്യം പഠിച്ചാൽ മതി. ചോദ്യം പഠിക്കുക. ചോദിക്കുമ്പോൾ അവൾ വെക്കുമ്പോൾ പറഞ്ഞു, ബാക്കി അത് കേട്ടുപോയി അത് നമ്മൾ മൊഴി പറഞ്ഞ ഇനി ഭാഗം നോക്കണ്ട, അത് പറ്റില്ല. എന്താ അതിന് അടിസ്ഥാനം, ഏത് ബേസിലാണ് പറഞ്ഞത് എന്ന് ചോദിക്കണം. അവിടെ ന്യായപ്രകാരം പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നപ്പോൾ ഇപ്പോൾ ഞങ്ങളെപ്പോലത്തെ മതവിദ്യാർത്ഥികൾ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനത്തെ വിഷയങ്ങളിൽ അവരൊക്കെ പറഞ്ഞതിനെ വായിക്കുക എന്നതാണ്. നമ്മളാരും ആദ്യത്തെ ദിവസം മുമ്പിൽ വെച്ച് ഗവേഷണം ചെയ്യാൻ യോഗ്യത ഉള്ളതല്ല. ഗവേഷണം ചെയ്തവർ അതൊക്കെ എഴുതി വെച്ചു. അപ്പോൾ അതടിസ്ഥാനമാക്കി വായിക്കും. അപ്പോൾ അതിൽ ഓരോരുത്തർ പറയും ഇതിൻ്റെ ഹുക്കം ഇങ്ങനെയാണ്, കാരണം അങ്ങനെ റിവായത്തുണ്ട്. മറ്റാൾ പറയും ഇല്ല ആ റിവായത്തിൻ്റെ കുഴപ്പമുണ്ട്. അപ്പോൾ അടുത്ത പറയില്ല ആ കുഴപ്പത്തിൻ്റെ പരിഹാരമുണ്ട്. ഇതൊക്കെ പാടെ വെച്ച് പോകുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ പ്രബലമായി ഇന്നതാകുന്നു എന്ന് പറഞ്ഞവരുണ്ടാവും. ആ പറഞ്ഞോളത് വായിക്കുമ്പോൾ തന്നെ നമുക്കതിൽ പ്രാമുഖ്യം കൊടുക്കാൻ പറ്റുന്നില്ല. അവരിതൊക്കെ വായിച്ചിട്ട് എല്ലാം വായിച്ച പണ്ഡിതന്മാർ തന്നെ എഴുതി വെക്കും. ഷാഫിൽ ഇങ്ങനെ ഉണ്ട്, ഹനഫിൽ ഇങ്ങനെ ഉണ്ട്, മാലിക്കി ഇങ്ങനെ ഉണ്ട്, കൂടുതൽ പ്രബലം ഇന്നതാണ്, കാരണം ഇതാകുന്നു. അപ്പം അത് ഒരു ന്യായമാണെന്ന് ബോധ്യപ്പെടുന്നത് എടുക്കാനേ കഴിയുള്ളൂ. അത് തെറ്റുപറ്റിക്കൂടെ? തെറ്റുപറ്റാം. അതെ, അതിനൊന്നിപ്പോൾ ഇളവുണ്ട്. അതുണ്ടാവില്ല. ശാഖാപരമായ വളരെ മൈന്യൂട്ടായ വിഷയങ്ങളിൽ ചിലപ്പോൾ 2, 3, 4 വീക്ഷണങ്ങൾ പറഞ്ഞേക്കാം. അതിനൊരു പക്ഷെ നമുക്കത് കൃത്യമായി ഇന്നത് ശരി മറ്റു തെറ്റെന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരാൾ എന്ത് അയാൾ കൂടുതൽ ചില കാരണങ്ങളാൽ ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ആ പണ്ഡിതൻ പറഞ്ഞ് കുറച്ചും കൂടി അയാൾക്ക് മനസ്സിലൊരു സംതൃപ്തി ലഭിക്കുന്നു. മറ്റാൾ പറഞ്ഞ അത്ര തന്നെ അയാൾക്ക് സംതൃപ്തി. അപ്പോൾ അതിന് സ്ഥാനത്ത് അയാൾ സൈറ്റ് ചെയ്തു. അത് ഇയാൾ പറഞ്ഞത് മാത്രമല്ല, അതിന് പല കാരണങ്ങളും അയാൾക്ക് വന്നൊരു ബോധ്യമാണ്. ഇപ്പം റുക്കുവിൽ കൈ കെട്ടണോ കൈ താഴ്ത്തണോ?
റുക്കൂ ചെയ്യുമ്പോൾ എഴുത്തിദാലി കൈ കെട്ടിയിട്ട് നിൽക്കണോ അതല്ല കൈ താഴ്ത്തിയിടണോ? ഷെയ്ഖ് ഇബ്നുൽ സമീർ റഹിമഹുല്ലാഹ് പറഞ്ഞത് കെട്ടി നിൽക്കണം. ഷെയ്ഖ് ഇബ്നു ബാസും ഷെയ്ഖ് അൽബാനിയൊക്കെ പറഞ്ഞത് കൈ താഴ്ത്തിയിടണം എന്നാണ്. എന്താണ് തെളിവ്? രണ്ടുപേർക്കും തെളിവ് ഒറ്റ ഹദീസാണ്. അപ്പം അവിടെ സ്വാഭാവികമായും അതിനെ സാധാരണക്കാർ ഫോളോ ചെയ്യും. അവർ ഇബ്നുൽ തൈമിയ്യ പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്നു എന്നല്ല. എന്നാൽ സാധാരണ ഇത്തരം വിഷയങ്ങളൊക്കെ അവരുടെയൊക്കെ ശൈലികളും ഓരോ രീതികളും ഒക്കെ ഗ്രഹിച്ച ഒരാൾ ഷെയ്ഖ് ഇബ്നുൽ തൈമിയ്യ പറഞ്ഞ ന്യായങ്ങൾ കൂടുതലായി ബോധ്യമായി അനുഭവപ്പെട്ടവർ ചെയ്തു. അത് തെറ്റൊന്നുമല്ല. എന്നാൽ തിരിച്ചു ബോധ്യപ്പെട്ടാലോ അപ്പം മാറും ചെയ്യും. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ തിരിച്ചു ബോധ്യപ്പെട്ടു. അപ്പം അദ്ദേഹം അത് മാറ്റൊരു പക്ഷെ മറ്റേക്ക് പോകേണ്ടി വരും. അല്ലാതെ അന്ധമായിട്ട് ഞാൻ അപ്പോഴേക്ക് നോക്കണ്ട, എനിക്ക് ഇയാൾ പറഞ്ഞാൽ മതി എന്ന നിലപാടാണെങ്കിൽ അത് തഖീദുൻ അഴ്മ, അന്ധമായ അനുകരണമായി മാറി. എന്നാൽ ദീനിയായുള്ള ഇയാളെ ബോധ്യവും ഇയാളെ വിശ്വാസവും ഇയാളെ ബഹുമാനവും ഒക്കെ വെച്ചുകൊണ്ട് അയാൾക്ക് കൂടുതൽ പ്രബലമായി അത് മനസ്സിലായി അദ്ദേഹം അത് ഉൾക്കൊണ്ടു. അപ്പോൾ അവിടെ പ്രശ്നമില്ല. അപ്പോൾ ആ ബോധ്യം എപ്പോൾ മാറുമോ അപ്പോൾ അദ്ദേഹം ഒരു പക്ഷെ മാറും. ഈ മസ്അലയിൽ എന്തുകൊണ്ട് അഭിപ്രായവ്യത്യാസം വന്നു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം പറഞ്ഞപ്പോൾ ഹദീസിൽ കാണാം നബി നിന്നു, ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, റുക്കൂയിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് റുക്കൂയിൽ നിന്ന് എണീറ്റിട്ട് നബി പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി എന്നാണ് ഹദീസിലെ പ്രയോഗം. പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി. അപ്പൊ റുക്കൂയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സ്ഥിതി എന്താ? ഇങ്ങനെയൊക്കെയാണല്ലോ. ഇങ്ങനെ നിന്നുകൊണ്ടാണ് സൂറത്ത് ഓതുന്നത്. ഇന്ന് റുക്കൂയിലേക്ക് പോയി, റുക്കൂഴി കഴിഞ്ഞിട്ട് പൂർവ്വസ്ഥിതിക്ക് മടങ്ങി. അപ്പം ഇങ്ങനെ നിൽക്കേണ്ടത് പൂർവ്വസ്ഥിതിക്ക് മടങ്ങിയപ്പോൾ ഇതാണ് പൂർവ്വസ്ഥിതി. അതുകൊണ്ട് ഇജ്തിഹാദി കൈ കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് വേണ്ടത്. അതാണ് ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ്റെ വീക്ഷണം. അത് തെറ്റാകുമ്പോൾ പറയാൻ കഴിയുമോ? കഴിയൂല. എന്നാൽ ഷെയ്ഖ് ഇബ്നു ബാസും അൽബാനിയൊക്കെ പറഞ്ഞത് പൂർവ്വസ്ഥിതിക്ക് മടങ്ങി എന്ന് പറഞ്ഞാൽ നൃത്തത്തിലേക്ക് മടങ്ങി എന്നേ അർത്ഥമുള്ളൂ. നിന്നു, പിന്നെ കുമ്പിട്ടു, പിന്നെയും നിന്നു. അപ്പം നൃത്തത്തിലേക്ക് മടങ്ങി. അല്ല റുക്കൂഴിക്ക് പോണ മുമ്പ് ചെയ്ത എല്ലാ സംഗതിയും ചെയ്യാന്നല്ല. അങ്ങനെയാണ് റുക്കൂഴിക്ക് പോണ മുമ്പ് കൈയെട്ടുന്നത് സുഹൃത്തുതല്ലേ? ഈത്താലിൽ സുഹൃത്തുതാണോ? അതല്ലേ പൂർവ്വസ്ഥിതി? അപ്പം അവിടെ നൃത്തത്തിലേക്ക് മടങ്ങി എന്നേ ഉദ്ദേശമുള്ളൂ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? അത് വേറെ പഠിപ്പിച്ചെന്നു. ഇന്നൊരിക്കൽ ചൊല്ലണം. മാത്രമല്ല മറ്റൊരു ഹദീസിൽ നീ എഴുത്തിദാൽ ചെയ്യുക നേരെ ചൊവ്വേ നിലകൊള്ളുന്നത് വരെ. നീ എണീക്കുക നേരെ ചൊവ്വേ നിൽക്കുന്നത് വരെ നീ എഴുത്തിദാലേക്ക് വരിക. അപ്പം നേരെ ചൊവ്വേ നിൽക്കാൻ ഇങ്ങനെയൊക്കെയാണോ അതോ ഇങ്ങനെയൊക്കെയാണോ? നേരെ ചൊവ്വേ നിൽക്കൽ ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പം പൂർവ്വസ്ഥിതിക്ക് മടങ്ങിയെന്നും പറഞ്ഞു, നേരെ ചൊവ്വേ നിൽക്കണം എന്നും പറഞ്ഞു. അപ്പം പൂർവ്വസ്ഥിതിക്ക് മടങ്ങിയെന്ന അർത്ഥം എന്തേ ഉള്ളൂ? നൃത്തത്തിലേക്ക് മടങ്ങി. പിന്നെ എങ്ങനെ നിൽക്കണം? നേരെ ചൊവ്വേ നിൽക്കണം. പിന്നെ എന്ത് ചൊല്ലണം? അതും വേറെ പറഞ്ഞു. ഇന്ന് പ്രാർത്ഥന ചൊല്ലണം. അതുകൊണ്ട് കൈ താഴ്ത്തിട്ട് നിൽക്കലാണ് കൂടുതൽ ശരി. ഈ രണ്ട് വീക്ഷണങ്ങളാണ് ഇതിൽ വ്യത്യാസം. അല്ലാതെ ഇസ്ലാമിൽ കൈ കെട്ടണം ഇതൊരു ഹദീസുണ്ടോ? ഇല്ല. കൈ കെട്ടരുത് ഹദീസുണ്ടോ? അതുമില്ല. റുക്കൂയിൽ കൈ കെട്ടണം എന്ന ഹദീസില്ല. കൈ കെട്ടരുത് ഇസ്ലാമിൽ കൈ കെട്ടരുത് എന്നും ഹദീസില്ല. അപ്പൊ കെട്ടണമെന്ന് പറഞ്ഞവർക്കും കെട്ടരുത് പറഞ്ഞവർക്കും തെളിവ് ഒറ്റ ഹദീസ്. പൂർവ്വസ്ഥിതിക്ക് മടങ്ങി എന്ന പ്രയോഗത്തെ വ്യാഖ്യാനിച്ചപ്പോഴാണ് ഒരു കൂട്ടർ കെട്ടണം എന്ന് പറഞ്ഞു, മറ്റൊരു പറഞ്ഞു കെട്ടണ്ട, താഴ്ത്തിട്ടാൽ മതി. അവിടെ നിന്ന് രണ്ടെടുത്താലും ശരിയാണ്. രണ്ടെടുത്തപ്പോൾ ആ ഹദീസിനെ പഠിച്ചു, അതിൻ്റെ പ്രയോഗങ്ങൾ പഠിച്ചു, ഒരാൾക്ക് ബോധ്യപ്പെട്ടു കൈ കെട്ടലാണ് അവിടെ കുറച്ചും കൂടെ സൂക്ഷ്മത. കുഴപ്പമില്ല, അതൊക്കെ സ്വീകരിക്കാം. പരസ്പരം ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ഇനി മറ്റാൾക്ക് തിരിച്ചു ബോധ്യപ്പെട്ടു, അയാൾക്കത് സ്വീകരിക്കാം. ഇതിൻ്റെ പേര് അങ്ങോട്ടും കൂടെ ആക്ഷേപിക്കണോ? വേണ്ട. അവിടെ രണ്ട് നിലപാടും ശരിയാണ്. എന്നാൽ ഒരു ഫാഷൻ ആവട്ടെ എന്നാണെങ്കിലോ വകുപ്പ് മാറി. എല്ലാവരും തൂക്കിയിടുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുക എന്നാണെങ്കിൽ അവിടെ വകുപ്പ് നീയത്ത് പോയി. അവിടെ പിന്നെ എന്തായാലും അത് പറ്റുകയില്ല. പക്ഷെ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല. അതാണ് അദബുൽ ഖിലാഫ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പാലിക്കേണ്ട അദബുണ്ട്. അദബുൽ ഖിലാഫ് ഈ ഒരു ഏരിയയാണ്, നമുക്ക് ഫിഖിൽ വരൂല. അപ്പോൾ അദബുൽ ഖിലാഫ് ഒരു പാലിച്ചു. 200 ചില വിഷയങ്ങൾ ഇബ്നു ബാസും ഇബ്നു ഉസൈമീനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് മാത്രം കിതാബുണ്ട്. രണ്ടാളും തമ്മിൽ വ്യത്യാസമുള്ള വിഷയങ്ങൾ അതിൽ മാത്രം കിതാബുണ്ട്. 2 പാഠം 200 ചില വിഷയങ്ങളുണ്ട്. എന്നാൽ ഓലമ്മിൽ അതിൽ പ്രശ്നമൊന്നുമില്ല. ഹജ്ജിന് 3 ഒപ്പം കൂടെ രംഗമുണ്ട്. ഇബ്നു ബാസും ഇബ്നു ഉസൈമീനും അൽബാനിയും കൂടെ ഒപ്പം മിനയിൽ ടെൻറ്റിൽ ഹജ്ജിന് വന്നിട്ടുണ്ട്. അപ്പോൾ നിസ്കാര സമയമായപ്പോൾ ആരെ ഇമാം വെക്കണം? 3 ആളും ഒന്നിനൊന്നും വെച്ചാണല്ലോ. അപ്പോൾ ഹദീസ് വന്നതാണ്
അഖ്റഉഹും ലികിതാബില്ല. അള്ളാഹിൻ്റെ കിതാബ് ഏറ്റവും അധികം അറിയുന്നവരാരോ ഇവിടെ ഇമാം വെക്കുക. അപ്പോൾ ആ ഹദീസ് എടുത്തു പറഞ്ഞു നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ നബി പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു അതിപ്പോൾ നമ്മൾ മൂന്നാളും ആവശ്യത്തിൽ ഒരേപോലെ തന്നെയാണ്. മൂന്നാളും ഹാഫിദീങ്ങളാണ്, മൂന്നാളും ഖുർആൻ്റെ കാര്യത്തിൽ ഇൽമുള്ളവരാണ്. അതുകൊണ്ട് എന്താ കാട്ടുക? അപ്പോൾ ഇബ്നു ഉസൈമീൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നബി പിന്നെ പറഞ്ഞത് അതിൽ തുല്യമാണെങ്കിൽ ഹദീസിൽ കൂടുതൽ അവഗാഹമുള്ളവൻ ഇമാമ നിൽക്കട്ടെ എന്നാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഹദീസിൽ അവഗാഹമുള്ളത് താങ്കളാണ്, അതുകൊണ്ട് ഷെയ്ഖ് അൽബാനി നിൽക്കണം. അപ്പോൾ ഷെയ്ഖ് അൽബാനി ഇമാം വന്നു. അപ്പോൾ അവിടെ ഈ വീഴ്ച വ്യത്യാസമില്ല. സ്വാലിഹുൽ ഉസൈമി ഹഫിളഹുല്ലാ അപ്പം ജീവിച്ചപ്പോഴാണ് അദ്ദേഹം ഷെയ്ഖ് അൽബാനിയെ കാണാൻ പോയ രംഗമുണ്ട്. അൽബാനി സുഖമില്ലാതെ കിടക്കുമ്പോൾ കാണാൻ ചെന്നു. അപ്പോൾ സാധാരണ ഈ അറബികൾക്കൊരു പതിവുണ്ട്, ഒരു കട ചുംബിക്കുമല്ലോ, നെറ്റിയിൽ ചുംബിക്കും. വലിയ വലിയ പണ്ഡിതന്മാരെ നെറ്റിയിൽ ചുംബിക്കും. എന്നാൽ വലിയ പണ്ഡിതന്മാർ നെറ്റിയിൽ ചുംബിക്കാൻ സമ്മതിക്കില്ല. ചുംബിക്കാൻ സമ്മതിച്ചതിനർത്ഥം അതിനത്രയൊക്കെ ഉണ്ട് സമ്മതിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഭയങ്കര പൊടിമൊലിക്കാരം ഇപ്പം ഇങ്ങനെ ചുംബിക്കാൻ നിൽക്കും, മറ്റെന്തായാലും സമ്മതിക്കില്ല. അത് വലിയ പണ്ഡിതൻ, അതേപോലെ മുതിർന്ന ഇപ്പോൾ വാപ്പ വലിയപ്പം അങ്ങനത്തിലൊക്കെ ചെയ്യും. ഇപ്പോൾ ഷെയ്ഖ് അൽബാനി പ്രത്യേകിച്ചും നെറ്റിയിൽ ചുംബിക്കാൻ ഒരാളെയും സമ്മതിക്കൂലായിരുന്നു. എങ്ങനെ അതിനും അദ്ദേഹം സമ്മതിക്കില്ല. കാരണം ഞാനതിന് ആയിട്ടില്ല എന്നാണ് ഷെയ്ഖ് അൽബാനി അതിൽ വാശി പിടിക്കൽ. അപ്പോൾ ഇദ്ദേഹം കാണാൻ ചിലപ്പോൾ ഷെയ്ഖ് അൽബാനി കിടക്കുകയാണ്, കെട്ട് സുഖമില്ലാതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏതാ നിങ്ങൾ സാധാരണ ചുംബിക്കാൻ സമ്മതിക്കില്ല, എപ്പോൾ ഞാൻ ചുംബിക്കുമെന്ന് പറഞ്ഞു. കിടക്കുകയാണല്ലോ, അപ്പോൾ എതിർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ നെറ്റിയിൽ ചുംബിക്കും. കൂടെയുള്ള ആൾ ഷെയ്ഖ് അൽബാനിയോട് ഇയാളെ പരിചയപ്പെടുത്തും, ഇത് സ്വാലിഹുൽ ഉസൈമിയാണ് നിങ്ങൾക്ക് അറിയിച്ച്. അപ്പം അൽബാനി ഇന്നെ എത്രയോ വിഷയത്തിൽ എതിർത്ത ആളല്ലേ എനിക്ക് അറിയാതെ, എത്രയോ മസലകളിൽ എന്നെ എതിർത്ത ആളാണ്, അവിടെ എനിക്ക് അറിയാതെ നിൽക്കൂലല്ലോ എന്ന്. അപ്പം ആ എതിർപ്പ് അവർ തമ്മിൽ ഒരു പ്രശ്നത്തിന് കാരണമായിട്ടില്ല രണ്ടാളും. അപ്പോൾ സ്വാലിഹുൽ ഉസൈമി പറഞ്ഞു ആ വിഷയത്തിൽ ഞാനെപ്പോഴും നിങ്ങൾക്ക് എതിരാണ് കേട്ടോ പറഞ്ഞു. എതിർത്ത് ആ വിഷയത്തിൽ ഞാൻ മാറ്റിയിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് എതിരാണ്, എനിക്കിപ്പോഴും തിരിച്ചു നിങ്ങൾ പറഞ്ഞത് ബോധ്യപ്പെട്ടിട്ടില്ല. അത് പണ്ഡിതന്മാർ തമ്മിലുള്ള നിലപാടുകളുടെ ഒരു മാതൃകയാണ്. ഏതായിരുന്നാലും അപ്പോൾ അവിടെയൊക്കെ വീക്ഷണ വ്യത്യാസം ഉണ്ടാവാം. ആ വീക്ഷണ വ്യത്യാസങ്ങളെ അനുവദിച്ചു കൊടുക്കുക എന്നതാണ് അതിൽ പ്രധാനം. വീക്ഷണ വ്യത്യാസത്തിന് വകുപ്പുള്ള വഴികളിൽ അല്ല അള്ളാഹത്തെ വിളിച്ചു വാർത്തിക്കാൻ മറ്റും പറയാൻ പറ്റില്ല, അറിയാം അത് സാഹചര്യം രണ്ടൊന്നായിക്കോട്ടെ എന്ന് പറയാൻ പറ്റില്ല. അത് വീക്ഷണ വ്യത്യാസത്തിന് വകുപ്പുള്ള മേഖലയല്ല. വീക്ഷണ വ്യത്യാസത്തിന് വകുപ്പുള്ള ചില മസ്അലകളിൽ ഇങ്ങനെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ 6 കാരണങ്ങളാൽ വന്നു ചേരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിൽ ഒന്ന് ശരി മറ്റ് തെറ്റ് എന്ന് പറയാൻ പലപ്പോഴും കഴിയണമെന്നില്ല. അതുകൊണ്ട് മറ്റാൾ പറഞ്ഞതും ശരിയാണ്, ഇദ്ദേഹം പറഞ്ഞതും ശരിയാണ്. രണ്ടാളും ദീനിന് വേണ്ടി സേവനം ചെയ്തവരാണ്. ഒരു പക്ഷെ ഒരാൾക്ക് 1 കൂരിട്ടും മറ്റാൾക്ക് 2 കൂരിട്ടും എന്ന വ്യത്യാസം ഉണ്ടാവുള്ളൂ. അല്ലാതെ അയാൾ പയച്ചുപോയി, അയാൾ ഇസ്ലാമിനെ പൊളിച്ചുപോയി എന്ന് പറയാൻ പറ്റില്ല. രണ്ടാളും ദീനിന് വേണ്ടി സേവനം ചെയ്തവരാണ്. അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബും ഷാഫി ഇമാമിൻ്റെ മദ്ഹബും തമ്മിൽ ഒരുപാട് അസ്ലുകളിൽ വീഴ്ച വ്യത്യാസമുണ്ട്. എന്നാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, ഫിഖ് പഠിക്കാൻ ആരൊക്കെ മുന്നോട്ട് വരുന്നുവോ അവരെ മുഴുവൻ ഇമാം അബൂ ഹനീഫയോട് കടപ്പെട്ടവരാകുന്നു. അബൂ ഹനീഫ ഇല്ലായിരുന്നുവെങ്കിൽ ഫിഖ് ഈ രൂപത്തിൽ ഇവിടെ പ്രചരിക്കുമായിരുന്നില്ല. അതൊരു മര്യാദയാണ്. അവർ തമ്മിൽ പാലിച്ച ഒരു പരസ്പര ബഹുമാനവും ആദരവുമാണ്. അതുകൊണ്ട് വീക്ഷണ വ്യത്യാസങ്ങൾ വരാം. നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തിയോട് അവിടെ അന്ധമായ അനുകരണമോ അന്ധമായ വിരോധമോ ഉണ്ടായിക്കൂടാ. നമുക്ക് ബന്ധം എപ്പോഴും പ്രമാണങ്ങളോടാണ്. അതിനോട് യോജിക്കുന്ന കൂടുതൽ ശരിയായത് ആര് പറഞ്ഞുവെന്ന് ബോധ്യപ്പെടുന്നുവോ ദലീലടിസ്ഥാനത്തിൽ അത് സ്വീകരിക്കാം. പണ്ഡിതന്മാരുടെ ഫത്വ ചോദിക്കുമ്പോൾ വെറും ഹുക്മ കിട്ടിയാൽ പോരാ, ഏതടിസ്ഥാനത്തിൽ അതിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാണ്. അഭിപ്രായം നമുക്ക് ഇസ്ലാമിൽ ആവശ്യമില്ല, ഇന്ന കാരണങ്ങളാൽ ഓക്കെ നമുക്ക് സ്വീകരിക്കാം. അതിനേക്കാൾ മറികടക്കുന്ന ന്യായങ്ങൾ മറ്റു സ്ഥലത്തിൽ ബോധ്യപ്പെട്ടു, ഓക്കെ എങ്കിൽ നമുക്ക് അപ്പോഴും ഇയാൾക്ക് പയച്ചു എന്നല്ല, ഇയാൾക്ക് ബോധ്യപ്പെട്ട പ്രകാരം അദ്ദേഹം പറഞ്ഞു, മറ്റേക്ക് ബോധ്യപ്പെട്ട പ്രകാരം അദ്ദേഹം പറഞ്ഞു. അതൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ നമ്മൾ പ്രസംഗിക്കാൻ പോകണമല്ലോ, കുത്തുപടത്താൻ പോകണോ, അതൊന്നും ഓലെ പറ്റുന്നല്ല പറഞ്ഞു. ഓർക്കൊന്നും ഇങ്ങനെ പറയാനുള്ള അവകാശമില്ല, ഓരാരും പണ്ഡിതന്മാരുമല്ല. അങ്ങനത്തെ പണ്ഡിതന്മാർ എന്ന് പറയാൻ പറ്റുന്ന നമ്മൾ ഇവിടെ ഒന്നും ഇല്ലതാനും. അങ്ങനെയൊക്കെയുള്ള യോഗ്യരായ ആളുകൾക്കാണിത്. നമ്മളെപ്പോലത്തെ ആളുകൾ ചെയ്യുന്ന പണി ഈ പറഞ്ഞ പോലെ അവരൊക്കെ എഴുതുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്തതനുസരിച്ച് ഒരു രേഖപ്പെടുത്തി വെച്ചതിനെ വായിച്ചുകൊണ്ട് അതിനെ സാധാരണക്കാർക്ക് കൈമാറി കൊടുക്കുന്ന ഒരു ഇടനിലക്കാർ, പണ്ഡിതന്മാർ പഠിച്ച് അവർ രേഖപ്പെടുത്തി വെച്ചതിനെ വായിച്ച് അല്ലാത്തവർക്ക് അതിനെ ഇങ്ങോട്ട് കൈമാറി കൊടുക്കുന്ന പണ്ഡിതന്മാരുടെയും സാധാരണക്കാരുടെയും ഇടയിൽ നിൽക്കുന്ന ഇടനിലക്കാർ യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ പോലുള്ള ആളുകൾ. അതല്ലാതെ നമ്മളാരും പണ്ഡിതന്മാരോ അങ്ങനെ ഇൽമ്
അവകാശപ്പെടാൻ പറ്റിയവരോ ഒന്നുമല്ല. അതൊട്ടില്ലതാനും നമ്മളൊക്കെ മതവിദ്യാർത്ഥികൾ ത്വാലിബുൽ ഇൽമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചതിനെ വായിച്ചു പഠിച്ച് അത് വായിക്കാൻ കഴിയാത്തവർക്ക് ഓരോ ഭാഷയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞൊക്കെ ഞാൻ അറബി വായിച്ചാണ്, അത് മലയാളത്തിൽ ഇങ്ങോട്ട് പറഞ്ഞു തന്നു, അല്ലാതൊന്നുമില്ല. നിങ്ങൾക്ക് അറബി വായിച്ചാൽ മനസ്സിലാകാത്തതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നു. നിങ്ങൾക്ക് അറബി വായിച്ചാൽ മനസ്സിലാവുമെങ്കിലോ അപ്പോൾ ഈ നേരം കൊണ്ട് നമ്മളെ പോയി വായിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വന്നിരുന്ന് എന്താണ് അപ്പം നിങ്ങൾക്ക് നോക്കി വായിക്കാൻ കഴിയൂല, അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. അല്ല വായിക്കാൻ കഴിയുന്ന ആളാണെങ്കിലോ ഇവിടെ കേൾക്കാൻ ലാഭം അയാൾക്ക് കിതാബും കൊണ്ട് അപ്പുറത്ത് പോയിട്ട് വായിക്കുന്നതായിരിക്കും. അതാണ് ഞങ്ങളൊക്കെ ചെയ്യുന്ന റോള്. അല്ലാതെ പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ ഞങ്ങളൊന്നുമല്ല അതിൽ നമ്മൾ കാണേണ്ടത്. നമ്മളൊക്കെ മതവിദ്യാർത്ഥികൾ, തുല്ലാബുൽ ഇൽമ് എന്ന് പറയുന്ന ആ ലെവലിലേ എത്തുന്നുള്ളൂ. അള്ളാഹു തആല അവൻ്റെ ദീനിന് വേണ്ടി സേവനങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.